അതെ, നമുക്ക് റംബുട്ടാൻ വെച്ചൊരു അടിപൊളി പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? അപ്പോൾ റംബുട്ടാൻ കുരുവും തൊലിയൊക്കെ കളഞ്ഞ് നമുക്കെടുത്തിട്ട് കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് പച്ചമുളകും കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് തേങ്ങായും ജീരകവും മഞ്ഞളും പച്ചമുളകും ഒരു കഷ്ണം വെളുത്തുള്ളിയും ചേർത്ത് അരച്ച അരപ്പ് നമുക്ക് വെന്തിരിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർത്ത് കൊടുത്ത് നമ്മുടെ റംബുട്ടാൻ നമുക്ക് നന്നായിട്ടൊന്ന് തിളകേറ്റിയെടുക്കണം. അപ്പോൾ എല്ലാവരും എൻ്റെ കൊച്ചടുക്കള ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, കൂടെ ഒന്ന് ലൈക്കും ചെയ്യണം. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് തിളകേറ്റിയെടുക്കാം. ആ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ കടഞ്ഞു വെച്ചിരിക്കുന്ന തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളകേറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കടഞ്ഞു വെച്ചിരിക്കുന്ന തൈരൊന്ന് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്തിടാം. കാരണം വേവിച്ച് വെച്ച അതേ ചൂടിൽ തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതിയാകും. അപ്പം നമുക്കിനി ഒന്ന് ഇതിനായിട്ടുള്ളൊരു താളിപ്പും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ എണ്ണ ചൂടായതിലോട്ട് നമുക്ക് കുറച്ച് ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതുപോലെ കുറച്ച് കടുക്, കുറച്ച് കൊച്ചുള്ളി ഒന്ന് മൂപ്പിക്കാം. കുറച്ച് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് താളിപ്പ് നമ്മുടെ പുളിശ്ശേരിക്കകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് മുള്ളമ്പഴം കിട്ടാൻ എളുപ്പമാണല്ലോ. അപ്പം എല്ലാവരും ഇതൊന്ന് ചടയെന്നൊന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നിങ്ങളെല്ലാവരും ഒന്ന് അറിയിക്കണം. അപ്പോൾ ഓക്കെ, ബായ്.